വിധങ്ങൾ എത്രയോ അത്ഭുതമേ നീ എന്നെ നടത്തും വഴികൾ എത്രയോ അതിശയമേ ശക്തി പകർന്നിടുമേ നീ എന്നെ നടത്തും വിധങ്ങൾ എത്രയോ അത്ഭുതമേ നീ എന്നെ നടത്തും വഴികൾ എത്രയോ അതിശയമേ നീ എന്നെ നടത്തും വിധങ്ങൾ എത്രയോ അത്ഭുതമേ നീ എന്നെ നടത്തും വഴികൾ എത്രയോ അതിശയമേ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം. സ്വർഗ്ഗപിതാവേ നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം. കരുണയുള്ള ദൈവമേ നന്ദിയോട് സ്തോത്രം. മനസ്സലിവിന്റെ ദൈവമേ നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു. സ്വർഗ്ഗപിതാവേ സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവേ നന്ദിയോട് അങ്ങേ സ്തുതിക്കുകയാണ് വാഴ്ത്താണ് കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളെ കാത്ത് പരിപാലിച്ച വൻകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. ഞങ്ങൾക്ക് വരാവുന്ന ആപത്തപകടങ്ങളെ രോഗദുഃഖങ്ങളെ കഷ്ടനഷ്ടങ്ങളെല്ലാം വിട്ടുപിച്ച നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവാത്മാവിൽ നിറച്ച് അന്യഭാഷ വരങ്ങളോടുകൂടെ കൃപാവരങ്ങളോടുകൂടെ ദൈവത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രവർത്തിപ്പാന് നമ്മുടെ കുഞ്ഞുങ്ങളെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ സേവിക്കണം. അവിടെ തലമുറയില് ദൈവത്തിന്റെ സാക്ഷ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ വഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് നമുക്കൊരു പാട്ടുപാടി കർത്താവിനെ മഹത്വീകരിക്കാം. ബ്രദർ ഏവൻ ജോസഫ് വിൽ സിംഗ് എ സോങ്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രിയ അതിനെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ ഏവൻ ജോസഫ് വിൽ സിംഗ് എ സോങ് നൗ. സംഗീതം നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണാധാരം നീ എന്റെ ദൈവം നീ എന്റെ സംഗീതം നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണാധാരം നീ എന്റെ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയം മോരെ തേരൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ. Oprima los últimos 4 dígitos del chat que usted quiere entrar. O para oír un directorio de todos los sistemas, oprima la estrella. Arienida Deva Arienida Deva Arienida Deva Arienida Ni ande ലക്ഷണവും നീ എന്നെ വൈദ്യം നീ എന്റെ ആലംബവും നീ എന്റെ ദൈവം നീ എന്റെ രക്ഷകനും നീ
തേടന്റെ മുഖം ജീവകാലമില്ല സ്മരിച്ചിടും ഞാൻ സർവ്വതും ഞാൻ അറിയനിത അറിയനിത ദൈവം അറിയനിത ദൈവം അറിയനിത ദൈവം അറിയനിത നീ എന്റെ പാലകനും നീ എന്റെ ആശ്വാസവും നീ എന്റെ മറവിടം നീ എന്റെ ദൈവം നീ എന്റെ പാലകനും നീ എന്റെ ആശ്വാസവും നീ എന്റെ മറവിടം നീ എന്റെ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ തേടുന്നൻ ഭുജം ജീവകാലമില്ല സ്മരിച്ചിടും ഞാൻ സർവ്വതും ഞാൻ അറിയനിത അറിയനിത ദൈവം അറിയനിത ദൈവം അറിയനിത ദൈവം അറിയനിത. Thank you. Thank you, Ellen, for the beautiful song. ദൈവസന്നിധിയില് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. സ്തോത്രം. ദൈവം തന്നല്ലാതെ നമ്മുടെ ജീവിതത്തിലൊന്നും ദൈവം നമ്മളെ ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം വഴി നടത്തി. ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഈ സന്ധ്യാസമയം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കണം. കർത്തദാസനെ ദൈവം ബലപ്പെടുത്തണം. ആത്മാവിൽ എഴുതപ്പെട്ട വചനം ആത്മാവിൽ ശുശ്രൂഷിപ്പാന് അത് നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തിരുവാൻ നിൽക്കണം. ദൈവാത്മാവ് വ്യക്തമായിട്ട് നമ്മളോട് സംസാരിപ്പാന് ദൈവസ്ഥനെ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. പാട്ടുപാടിയ പ്രിയ പൈലിനെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസ്ഥനെ നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാള് വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, കർത്താവെ, നല്ല സന്ധ്യാസമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നല്ലൊരു കർത്താവെ, പൽവളയ്ക്ക് ശേഷം ഹല്ലേലൂയ അവിടുത്തെ പാതപെടുത്തെങ്കിലേക്ക് പിഴല്ലേ കർത്താവെ. ഞങ്ങൾക്ക് പല ദേശങ്ങളിലായിരുന്നു കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താൻ കർത്താവിന്റെ പാതപെടുത്തോടെടുത്ത് കർത്താവെ അവിടുന്ന് ഒരുക്കി തന്ന നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളൊക്കെയും കർത്താവെ അത്ഭുതമായ കർത്താവെ, കണ്ണിന് വിഷ്ണു പോലെ കർത്താവ് എടുത്തോളെങ്കിൽ കർത്താവെ ഞങ്ങൾ വരച്ച ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങിലേക്ക് നോക്കിയ പ്രകാശമായി അവരുടെ മുഖം ലജിച്ചു പോയിട്ടില്ലാന്ന് കർത്താവെ. അവിടുത്തെ വചനത്തെ ഞങ്ങൾ വായിക്കുന്ന കർത്താവെ, വചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവെ ഹല്ലേലൂയ ദേശത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അടുത്തു കയറും കർത്താവെ. രാത്രികാലം ഹല്ലേലൂയ വചനം സ്നേഹിപ്പാൻ കർത്താവെ ഞങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ള സകല ക്രൂശികളെയും കർത്താവെ അത് കാലം ഞങ്ങളോട് ക്ഷമിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം സകല ഭാവം പോകി ശുദ്ധിയുടെ രക്തം കൊണ്ട് കർത്താവെ അത് കാലം ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കഴുകി ശുദ്ധീകരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വ്യക്തികളായ കുടുംബങ്ങളായ കർത്താവെ രാത്രികാലം വചനത്തിൽ കൂടെ കർത്താവെ ഞങ്ങളോട് സംസാരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കർത്താവെ ഹല്ലേലൂയ കർത്താവെ സംസാരിക്കുന്നു. അവിടുത്തെ ദാസനെ കർത്താവെ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളൊക്കെയും കർത്താവെ കഴിഞ്ഞ രാത്രികാലവും അവിടുത്തെ വചനം ശക്തമായ കർത്താവെ പരിശുദ്ധാത്മാവിൽ കൂടെ കർത്താവെ ഇഴകൾക്ക് വിവേചിച്ചിട്ടുള്ള കൃപോടത്തിനായി സ്തുതിക്കുന്നു. രാത്രികാലം ദാസനെ പുണ്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കുടുംബം അനുഗ്രഹിക്കുമാറാണമേ, ദാസിയെ അനുഗ്രഹിക്കണമേ, സഹായിക്കണേ, പയ്യനെ കുടുംബം അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ഹല്ലേലൂയ കർത്താവെ ആ ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് കർത്താവെ സ്വർഗീയ വചനം ഹല്ലേലൂയ കർത്താവെ പരിശുദ്ധാത്മാവിൽ തന്നെ
നിറഞ്ഞ് ഹാലലിയകൾക്ക് ആവശ്യമായ സ്വർഗീയ ദൂത് തരുവാൻ കർത്താവെ ആവശ്യമായ സ്വർഗീയ വചനത്താൽ ഹാലലിയ സ്വർഗീയ കൃപകളാൽ ദാസനെ നിറച്ചുകൊണ്ട് പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലലിയ ഇന്റെ ദാസൻ രാവിന്മേൽ കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹാലലിയ അവിടുന്ന് സഹായിച്ച് അനുഗ്രഹിച്ച് വചനത്തെ കൊടുക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലലിയ ദൈവമേ ബലപ്പെടുത്തുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരോഗ്യം ബലവും ബുദ്ധി ശക്തിയും കഴിവും ദൈവിക ജ്ഞാനം കർത്താവെ ദാസന്മേൽ ഹാലലിയ അവിടുന്ന് പകർന്നോൾ പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ രാത്രികാലം ഹാലലിയ സ്തോത്രം പ്രേരണയിലേക്ക് കടന്നു നിൽക്കുന്ന കർത്താവ് എല്ലാ സഹോദരങ്ങളെയും കുടുംബങ്ങളായി ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ദൈവമേ എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഹാലലിയ കുടുംബമായ വ്യക്തികളായി കർത്താവെ ഈ രാത്രികാലം അവിടുന്ന് സംസാരിക്കണമേ അവരുടെ ഹൃദയങ്ങളെ കർത്താവ് ഉൾപ്പുകളെ ആരാഞ്ഞറിയുന്ന കർത്താവ് ഈ രാത്രികാലം ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ ദൂത് ദാസന് കൂടി പകരുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി താഴ്ത്തിയേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലലിയ സ്തോത്രം കർത്താവെ പാട്ടുപാടി എന്റെ മകളെ കർത്താവെ അതിനെ സഹായിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബുദ്ധിയും ശക്തിയും ആവശ്യമായ സ്വർഗീയ ഞാൻ തൻ മകളെ നിറച്ചോൾ മറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവനാമത്തിന് വേണ്ടി പാടുവാൻ കർത്താവെ പൈതന്റെ കർത്താവെ ഈ ദിവസങ്ങളിൽ വരുന്ന ആളുകളിൽ കർത്താവെ അവിടുന്ന് ഉപയോഗിക്കുമറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്വർഗീയ കൃപകളാൽ കർത്താവെ രക്തകോട്ടകളിൽ അതിനെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലിയ ഈ രാത്രികാലം കർത്താവെ കർത്താവെ ദാസിനെ കുടുംബം ഓർത്ത് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ കൃപ ദാസിനെ നിറച്ചു മറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലിയ ഞങ്ങൾ പലവിധമായ ആവശ്യങ്ങളുമായി ആഗ്രഹങ്ങളുമായി ഭാരത്തോടെ പ്രയാസത്തോടെ കർത്താവെ അവിടുത്തെ പാദപടത്തിൽ അയക്കുന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സഹോദരങ്ങളെ കുടുംബങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്ക് പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കണ്ണുനീരിന് നടുവിലായിരിക്കുന്നവരുണ്ട് കർത്താവെ ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട് കർത്താവെ ഹൃദയം മുങ്ങിക്കീറുന്ന കർത്താവെ ഹൃദയ കാര്യങ്ങളുമായി കടന്നു വന്നിരിക്കുന്നവരുണ്ട് കർത്താവെ രാത്രികാലം ഹല്ലേലൂയ ഓരോരുത്തരെയും പ്രാർത്ഥന കേട്ട് കർത്താവ് മറുപടി ഒന്ന് മാനിക്ക് പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹൃദയം നുറങ്ങിയിറക്കുക യഹോവ സമീപസ്ഥ മനസ്സോന്നരെ രക്ഷിക്കുന്ന കർത്താവെ ഹല്ലേലൂയ ഈ രാത്രികാലം ഹല്ലേലൂയ സ്വർഗീയ വചനം കൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുമറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദാസിനെ ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളോട് വചനത്തിൽ കൂടി കർത്താവെ ഇടപെടുകയും കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവെ അപ്പത്തിന്റെ കരങ്ങളിലേക്ക് കർത്താവെ താഴ്ത്തി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ മാനവ മഹത്വം എടുത്ത് പ്രാർത്ഥനയുണ്ടായി സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നതുണ്ടായി കേൾക്കുമാറാണമേ ആമേൻ. സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവവചനം പഠിപ്പാകുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ദൈവവചന പഠനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിലെ വചന പഠനം നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. സക്രിയ പ്രവചനം 11-ാം അധ്യായമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ 2-ാം വിഭാഗത്തിൽ വളരെ പഠിക്കുവാൻ പ്രയാസമുള്ള ഒരു അധ്യായമാണ് 11-ാം അധ്യായം. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ അധ്യായം നമുക്ക് പഠിക്കാം. ഈ 11-ാം അധ്യായം വീണ്ടും വായിക്കുവാൻ തക്കവണ്ണം ഞാൻ അപേക്ഷിക്കുന്നു. ലെബാനോനെ, നിന്റെ ദേവദാരുക്കൾ ഈ കിരയായി തീരേണ്ടതിനെ വാതിൽ തുറന്നു വെക്കുക. ദേവദാരു വീണും മഹത്തുക്കൾ നശിച്ചും ഇരിക്കിയാൽ സരളവൃക്ഷമേ ഓളിയിടുക. ദുർഗമ വനം വീണിരിക്കിയാൽ ബാശാനിലെ കരിവേലകങ്ങളെ ഓളിയിടുവീൻ. ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറയിടുന്നത് കേട്ടുവോ? യോർദാന്റെ മുറ്റുകാട് നശിച്ചിട്ട് ബാലസിംഹങ്ങളുടെ ഗർജനം കേട്ടുവോ? എന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അറുക്കുവാനുള്ള ആടുകളെ മേയിക്കുക. അവയെ മേടിക്കുന്നവർ കുറ്റമെന്നെണ്ണാതെ അവയെ അറുക്കുന്നു. അവയെ വിൽക്കുന്നവരോ ഞാൻ ധനവാനായി തീർന്നതുകൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം എന്ന് പറയുന്നു. അവരുടെ ഇടയന്മാർ അവയെ ആദരിക്കുന്നില്ല. ഞാൻ ഇനിയും ദേശനിവാസികളെ ആദരിക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ മനുഷ്യരെ ഓരോരുത്തനെ അവനവന്റെ കൂട്ടുകാരന്റെ കയ്യിലും അവനവന്റെ രാജാവിന്റെ കയ്യിലും ഏൽപ്പിക്കും. അവർ ദേശത്തെ തകർത്ത് കളയും. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കുകയുമില്ല. അങ്ങനെ അറുക്കുവാനുള്ള ആടുകളെ കൂട്ടത്തിൽ അരിഷ്ടതയേറിയവയെ തന്നെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ 2 കോലെടുത്ത് ഒന്നിനെ ഇമ്പമെന്നും മറ്റേതിനെ ഒരുമ എന്നും പേരിട്ടു. അങ്ങനെ ഞാൻ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഞാൻ 1 മാസത്തിൽ 3 ഇടയന്മാരെ ഛേദിച്ചു കളഞ്ഞു. എനിക്ക് അവരോട് വെറുപ്പ് തോന്നി. അവർക്ക് എന്നോട് നീരസം തോന്നിയിരുന്നു.
ഞാൻ നിങ്ങളെ മേയ്ക്കുകയില്ല. മരിക്കുന്നത് മരിക്കട്ടെ, കാണാതെ പോകുന്നത് കാണാതെ പോകട്ടെ, ശേഷിച്ചിരിക്കുന്നവ ഒന്നിന്റെ മാംസം തിന്നുകളയട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അനന്തരം ഞാൻ ഇമ്പം എന്ന കോലെടുത്ത് ഞാൻ സകല ജാതികളോടും ചെയ്തിരിക്കുന്ന എന്റെ നിയമത്തെ മുറിക്കേണ്ടതിന് അതിനെ മുറിച്ചു കളഞ്ഞു. അത് ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞുപോയി. അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ആ കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ അത് ദൈവത്തിന്റെ അരുളപ്പാടെന്ന് ഗ്രഹിച്ചു. ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് വരിയിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു. എന്നാൽ യഹോവ എന്നോട്, അത് ഭണ്ഡാരത്തിൽ ഇട്ട് കളയുക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വില തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ട് കളഞ്ഞു. അനന്തരം ഞാൻ യഹൂദയും ഇസ്രയേലും തമ്മിലുള്ള സഹോദരത്വം ഭിന്നിപ്പിക്കേണ്ടതിന് ഒരുമ എന്ന മറ്റേ കോൽ മുറിച്ചു കളഞ്ഞു. എന്നാൽ യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഇനിയും ഒരു തുമ്പുകെട്ട ഇടയന്റെ കോപ്പ് എടുത്തുകൊള്ളുക. ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും. അവൻ കാണാതെ പോയതിനെ നോക്കുകയോ ചിതറിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ പൊറുപ്പിക്കുകയോ ദീനമില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ ആ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യും. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ചു കളയുന്ന തുമ്പുകെട്ട ഇടയൻ അയ്യോ കഷ്ടം. അവന്റെ ഭുജത്തിനും വലങ്കണ്ണിനും വരൾച്ച. അവന്റെ ഭുജം അശേഷം വരണ്ടും വലങ്കണ്ണ് അശേഷം ഇരുണ്ടും പോകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അവിടുത്തെ ദിവ്യ വചനങ്ങൾ ഞങ്ങൾക്ക് ആലോചനയായി തീരേണ്ടതിന് അവിടുന്ന് അവിടുത്തെ പരിശുദ്ധ ആത്മാവിനാൽ അവിടുത്തെ ആലോചനകൾ ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ. ദൈവവചനം പഠിക്കേണ്ടതിന് ആവശ്യമായ ബുദ്ധി നൽകണമേ. പഠിപ്പിക്കുവാൻ ആവശ്യമായ കൃപ ഏഴയുടെ മേൽ ചൊരിയണമേ. നന്മയ്ക്കെതിരായി, അനുഗ്രഹത്തിനെതിരായി, വചന ശുശ്രൂഷയ്ക്കെതിരായി നിൽക്കുന്ന ദുഷ്ടന്റെ പോരുകൾ അഴിഞ്ഞ് മാറട്ടെ. ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഇന്ന് രാത്രി അവിടുന്ന് ബലപ്പെടുത്തി അനുഗ്രഹിച്ച് എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമിട്ട് സഹായിക്കണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഇന്നലെ രാത്രിയിൽ സക്കറിയ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിച്ചു. ആദ്യമായി 3 വരെയുള്ള വാക്യങ്ങളും 4 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കുവാനും കർത്താവ് നമുക്ക് ഇടയാക്കി. 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളിൽ ലെബാനോൻ, ബാശാൻ, യോർദാൻ എന്നിങ്ങനെയുള്ള യഹൂദന്മാർക്ക് വളരെ പ്രശസ്തി ആർജിച്ചതും അവർ പുകഴുന്നതുമായ 3 മനോഹര ദേശങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നതും അവരുടെ നാശത്തെ വെളിപ്പെടുത്തുന്നതും കാണുവാൻ സാധിക്കുന്നു. 3 ഹല്ലേലൂയ സ്ഥലങ്ങൾ പറയുന്നു. 3 പ്രധാന വൃക്ഷങ്ങളെയും ഇവിടെ പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. ലെബാനോൻ, ബാശാൻ, യോർദാൻ ഇവിടെയുള്ളതായ 3 വൃക്ഷങ്ങൾ, ഹല്ലേലൂയ ദേവദാരു, ഹല്ലേലൂയ സരള വൃക്ഷം, അതുപോലെ തന്നെ കരുവേലകം, ഈ 3 വൃക്ഷങ്ങളെ പറയുന്നു. ഈ 3 വൃക്ഷങ്ങൾ യഹൂദന്മാരുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന 3 വിഭാഗങ്ങളാണ് എന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യഹൂദന്മാരെ നിയന്ത്രിക്കുന്ന, യഹൂദന്മാരെ നടത്തുന്ന ഇടയന്മാർ എന്ന് അഭിമാനിക്കുന്നതായ ഹല്ലേലൂയ പുരോഹിതന്മാർ, പ്രവാചകന്മാർ, അവരെ ഭരിക്കുന്ന ഗവർണർമാർ അഥവാ രാജാക്കന്മാർ, ഈ 3 ആൾക്കാരെയാണ് ഹല്ലേലൂയ സ്തോത്രം ദേവദാരുവും സരളവൃക്ഷവും അതുപോലെ തന്നെ കരുവേലകവും ഓർപ്പിക്കുന്നത്. ഇവരുടെ നാശമാണ് 1, 2, 3 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ നാശത്തിന്റെ പൂർത്തീകരണം, ഈ നാശം ബാബിലോൺ വന്ന് ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ച കാര്യമല്ല പറയുന്നത്. പ്രവാചകൻ ഈസ് എ പോസ്റ്റ് എക്സൈൽ പ്രോഫറ്റ്, പ്രവാസാനന്തര പ്രവാചകനാണ്.
ഹല്ലേലൂയ ബാബേൽ പ്രവാസത്തു നിന്നും മടങ്ങി വന്നവനാണ്. ആകയാൽ ഇനിയും വരുവാനുള്ളതായ വലിയ നാശത്തെയാണ് കാണിക്കുന്നത്. ഇത് ഈ വേദഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത് പോലെ AD 70 മുതൽ AD 35 വരെയും പിന്നീട് കുറെ കാലങ്ങൾ കൂടെയും റോമൻ ഗവൺമെന്റിനാൽ യഹൂദന്മാർക്ക് വന്നതായ വലിയ പീഡനങ്ങളെയാണ് വെളിപ്പെടുത്തി കാണിക്കുന്നത്. ദൈവം നമുക്ക് നന്മ നൽകുമ്പോൾ അത് ദൈവത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി ദൈവിക ശുശ്രൂഷകളിൽ സമർപ്പണത്തോടെ ജീവിക്കാതെ അഹങ്കാരത്തോടുകൂടെ, പകയോടുകൂടെ, അശുദ്ധിയോടുകൂടെ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരുടെ നാശങ്ങളെ ആത്മീകമായി ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ പരദേശ പ്രയാണം ഭയത്തോടും വിറയലോടും ഭക്തിയോടും കൂടെ ആയിരിക്കണം. സരളവൃക്ഷമായിരുന്നാലും ദേവദാരുവായിരുന്നാലും കരുവേലകമായിരുന്നാലും ഇവ മൂന്നും രാജകീയ വൃക്ഷങ്ങളാണ്. എത്ര മനോഹരമായ ഉറപ്പുള്ള ബലമുള്ള വൃക്ഷങ്ങളായിരുന്നാലും ഇതിനെ തീക്ക് ഇരയാക്കി തീർക്കുവാൻ തക്കവണ്ണം വാതിൽ തുറന്നു വെക്കുക എന്നാണ് 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എത്ര ശക്തന്മാരൊന്ന് മാനസികമായ കണക്കുകൂട്ടലുകളിൽ ഒരു വ്യക്തി ജീവിച്ചാൽ പോലും അവരുടെ കണക്കുകൂട്ടുകളൊക്കെ വൃഥാവായിരിക്കും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ നാം എന്തു ചെയ്യണം? ഈ 3 വാക്യങ്ങളിൽ കൂടെ നമ്മുടെ പ്രവാസ ജീവിതം കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചുള്ളതായിരിക്കണം എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. യോർദാനിലെ ബാലസിംഹങ്ങളെ പറ്റി ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സിംഹികളുടെ ഹല്ലേലൂയ സ്തോത്രം പരിശീലനത്തിൽ നിന്നും മാറ്റപ്പെട്ട് സ്വയമായി ഇരകളെ പിടിക്കുവാൻ ധൈര്യപ്പെട്ട് മുന്നോട്ട് വരുന്ന ചെറിയ ചെറിയ സിംഹങ്ങൾ വലിയ സിംഹങ്ങളെക്കാൾ ഇരക്കൊതിയുള്ളവരും ഒരു ഇരയെ പിടിച്ചതിന് ശേഷം അതിനെ ഭക്ഷിച്ചു തീരുന്നതിന് മുമ്പേ മറ്റിരയെ കൊല്ലുവാൻ തക്കവണ്ണം ആവേശമുള്ളതുമാണ് എന്നാണ് ഇതിനെപ്പറ്റി വേദവിദ്യാർത്ഥികൾ പറയുന്നത്. ഹല്ലേലൂയ. മുറ്റുകാട്ട് നശിച്ചിട്ട് ബാലസിംഹങ്ങളുടെ ഗർജനം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ കാണുന്നതിനെയെല്ലാം തിന്നൊടുക്കി, കാണുന്നതിനെയെല്ലാം കൊന്നൊടുക്കി നശിപ്പിക്കുന്ന ഹല്ലേലൂയ ന്യായവിധിയുടെ കഠോരതയാണ് ഈ വേദവാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. ഇതെങ്ങനെയുണ്ടായി? ദൈവം നൽകിയ ഉദ്ധാരണം. ബാബേലിൽ നിന്ന് ദൈവം പ്രാർത്ഥന കേട്ട് മടക്കി വരുത്തി. ഈ ഉദ്ധാരണം ആലയം പണിയുവാൻ ദൈവം കൃപ കൊടുത്തു. ആലയത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നു. അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ കർത്താവ് സഹായിച്ചു. ഇവയിലൊക്കെയും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വലിയ കരം കണ്ടിട്ടും ഇത് കർത്താവിൽ നിന്നുള്ള വിടുതലാണ്, അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കാതെ സ്വയശക്തിയിൽ പുകഴ്ന്നുകൊണ്ട് സ്വയമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ച യഹൂദ മത നേതാക്കന്മാർക്ക്, രാജാക്കന്മാർക്ക്, പ്രവാചകന്മാർക്കും അവരുടെ അധീനതയിലുള്ളതായ ആടുകൾക്കും ഉണ്ടാകുന്ന വലിയ ശോധനയാണ് 1-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ കാണുന്നത്. അതിൽ 3 വാക്യങ്ങളാണ് നാം ചിന്തിച്ചത്. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഇനിയും വിശകലനം ചെയ്ത് ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കേണ്ടത്. അവയെ ഇന്നലെ രാത്രിയിൽ എത്തി നോക്കുവാൻ തക്കവണ്ണം ഇടയായി. വീണ്ടും ഇന്ന് രാത്രിയിൽ പഠിച്ചിട്ട് അതിനെ തുടർമാനമായി 9 മുതൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ത്യജിക്കുന്ന യഹൂദന്മാരെ പറ്റിയുള്ളതായ വിശകലന പഠനം ഇത് കഴിഞ്ഞിട്ട് വേണം നാം ചെയ്യേണ്ടത്. ഈ 11-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഞാനിപ്പോൾ ഓർപ്പിച്ചതായ ലബാനോൻ, അതുപോലെ തന്നെ ബാശാൻ, യോർദാൻ ഇങ്ങനെയുള്ളതല്ല, അല്ലെങ്കിൽ ഈ 3 വൃക്ഷങ്ങളല്ല, അല്ലാതെ 3 ഇടയന്മാരെ കാണുവാൻ സാധിക്കും. ഒന്നാമതായി ഈ ഇപ്പോൾ പറഞ്ഞതായ യഹൂദന്മാരെ തെറ്റായി സഞ്ചരിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അന്യപ്പെടുത്തി പാപത്തിലേക്ക് വഴി നടത്തുന്ന യഹൂദ മത നേതാക്കന്മാരാകുന്ന ഇടയന്മാർ.
അവരെ പറ്റിയാണ് ഇപ്പോൾ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി നല്ല ഇടയനായ കർത്താവായ യേശു ക്രിസ്തു. മൂന്നാമതായി ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ച് അവരെ എല്ലാം തകർത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛതയാകുന്ന എതിർ ക്രിസ്തു. ഈ മൂന്ന് ഇടയന്മാർ, ഈ എതിർ ക്രിസ്തുവിനെ ഈ 11-ാം വാക്യത്തിൽ തുമ്പുകെട്ട ഇടയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങൾ പിന്നീട് നാം ചിന്തിക്കും. 4 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് കടന്നു വന്ന് നാം ചിന്തിക്കാം. 4-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ ഞാനിവിടെ വായിക്കട്ടെ. എന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അറുപ്പാനുള്ള ആടുകളെ മേയിക്കാം. അവയെ മേയിക്കുന്നവർ കുറ്റം എന്ന് എണ്ണാതെ അവയെ അറുക്കുന്നു. അവയെ വിൽക്കുന്നവരോ ഞാൻ ധനവാനായി തീർന്നതുകൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം എന്ന് പറയുന്നു. അവരുടെ ഇടയന്മാർ അവയെ ആദരിക്കുന്നില്ല. വീണ്ടും ഇവിടെ അത് പ്രത്യേകമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 6-ാം വാക്യം, ഞാൻ ഇനിയും ദേശനിവാസികളെ ആദരിക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ മനുഷ്യരെ ഓരോരുത്തരെ അവനവന്റെ കൂട്ടുകാരന്റെ കയ്യിലും അവനവന്റെ രാജാവിന്റെ കയ്യിലും ഏൽപ്പിക്കും. അവർ ദേശത്തെ തകർത്തു കളയും. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കുകയുമില്ല. അങ്ങനെ അറുപ്പാനുള്ള ആടുകളെ, 4-ാം വാക്യത്തിൽ നാം കാണുന്ന അറുപ്പാനുള്ള ആടുകളെയാണ് 7-ാം വാക്യത്തിൽ കാണുന്നത്. അങ്ങനെ അറുപ്പാനുള്ള ആടുകളെ കൂട്ടത്തിൽ അരിഷ്ടതയേറിയവയെ തന്നെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 2 കോൽ എടുത്ത് ഒന്നിനെ ഇമ്പമെന്നും മറ്റതിനെ ഒരുമയെന്നും പേരിട്ടു. അങ്ങനെ ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ 1 മാസത്തിൽ 3 ഇടയന്മാരെ ഛേദിച്ചു കളഞ്ഞു. എനിക്ക് അവരോട് വെറുപ്പ് തോന്നി, അവർക്ക് എന്നോട് നീരസവും തോന്നിയിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഈ വേദഭാഗങ്ങളിലേക്ക് കടന്നു വന്നേ നമുക്ക് ശ്രദ്ധേയമായി ചിന്തിക്കാം. ഇതിന്റെ സമ്മറി ഞാൻ ഇന്നലെ ഓർപ്പിച്ചു. എന്താണ് 4 മുതൽ 7, 8-ാം വാക്യം നമുക്ക് പിന്നീട് ചിന്തിക്കാം. 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ ദുഷ്ടന്മാരായ ഇടയന്മാരാകുന്ന ഹല്ലേലൂയ ഞാൻ മുമ്പേ ഓർപ്പിച്ച രാജാക്കന്മാർ, ഹല്ലേലൂയ പ്രവാചകന്മാർ, പുരോഹിതന്മാർ, സെന്നിത്തിരി സംഘം, ഇങ്ങനെയുള്ളതായ വ്യക്തികൾ ദൈവത്തിൽ നിന്ന് അകന്ന് എല്ലാ ദുഷ്ടതയും ചെയ്തുകൊണ്ട് ഹല്ലേലൂയ പാപത്തിലേക്ക് ദൈവജനത്തെ നടത്തി എങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളട്ടെ എന്നുള്ള ചിന്തയിൽ നടത്തി മുമ്പോട്ട് പോയ ഒരു കാലത്ത് ദൈവത്തിന്റെ ന്യായവിധി അത് മുഖാന്തരം ഉണ്ടായതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇടയന്മാരാകുന്ന ദൈവമക്കൾ വളരെ ശ്രദ്ധേയമായി വായിക്കുകയും ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകൾ വിശുദ്ധിയോടെ, ഭക്തിയോടെ, നിർമ്മലതയോടുകൂടെ ജീവിക്കുവാനും അവർക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന ആടുകളെ വിശുദ്ധിയിലേക്ക് ദൈവഹിതപ്രകാരം സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരത്തക്കവണ്ണം ഒരു കുളമ്പ് പോലും നശിച്ചു പോകാതെ ദൈവസന്നിധിയിൽ ചേരത്തക്കവണ്ണം ദൈവകൃപയിൽ നടത്തേണ്ടതിനു വേണ്ടി അവർക്ക് വേണ്ടി ജാഗരിക്കുകയും അവർക്ക് ആവശ്യമായ ദൈവീക ദൂത കൊടുക്കുകയും അവർക്ക് വേണ്ടി ഇടുവിൽ നിൽക്കുകയും അവരെ ഉപദേശിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് മുമ്പോട്ട് പോകേണ്ട ഒരു ഗ്രൂപ്പാണ് ഇടയന്മാർ. ഇന്ന് നാം പറയുന്ന പാസ്റ്റേഴ്സ്, ദൈവീക ശുശ്രൂഷയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്ന് നാം ഓർത്തിരിക്കണം. എന്നാൽ അതിന് പകരമായി ഇന്ന് ലോകത്തിൽ ദൈവസഭയിൽ കാണുന്ന എല്ലാ ദൈവ ഡിനോമിനേഷനുകളിലും, ക്രിസ്തീയ സഭകളെന്ന് അഭിമാനിക്കുന്നതായ ഡിനോമിനേഷനുകളിലും ഉണ്ടാകുന്ന മ്ലേച്ഛത 1 മിനിറ്റ് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അത് ഞാൻ ഇവിടെ പറഞ്ഞില്ല എങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ കുറ്റക്കാരനാകും. റഷ്യയിൽ കമ്മ്യൂണിസം വരുവാനുള്ള കാരണം നിങ്ങൾ കമ്മ്യൂണിസത്തെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാകുവാനായിട്ട് സാധിക്കും. സ്റ്റാലിൻ ദൈവവചനം പഠിക്കേണ്ടതിനു വേണ്ടി ബൈബിൾ സ്കൂളിൽ പുരോഹിതനാകേണ്ടതിനു വേണ്ടി ട്രെയിനിങ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ്
ഇത്ര ദുഷ്ടതയേറിയ ഒരവസ്ഥയാണ് പുരോഹിത്യമെങ്കിൽ എനിക്കത് വേണ്ട, ഈ പഠിപ്പിക്കുന്നതൊന്നും ശരിയല്ല. അങ്ങനെയാണ് അവൻ കമ്മ്യൂണിസത്തിലേക്ക് തിരികെയും അനേകരെ ബലിയാടാക്കി മാറ്റി രക്തച്ചൊരിച്ചിലൂടെ റഷ്യയിൽ കമ്മ്യൂണിസം സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്തത്. നിങ്ങൾ റഷ്യൻ ഓർത്തഡോക്സിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ റഷ്യൻ ഓർത്തഡോക്സിന്റെ ആരംഭവും ഇന്ന് റഷ്യയിലുള്ളതായ ഗവൺമെന്റിന്റെ അധീനതയിലുള്ളതായ വലിയ വലിയ കെട്ടിടങ്ങൾ നോക്കിക്കോ, അതൊക്കെ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആയിരുന്നു. അതുകൊണ്ടാണ് സഭയുടെ അല്ലെങ്കിൽ ചർച്ചസിൻ്റെതായിട്ടുള്ളതായ ഷേപ്പിലുള്ളതായ ഗവൺമെന്റ് കെട്ടിടങ്ങൾ റഷ്യയിൽ കാണുവാൻ സാധിക്കുന്നത്. ഇത്ര റഷ്യൻ ഓർത്തഡോക്സ് കൊണ്ട് റഷ്യ നിറഞ്ഞിരുന്നിട്ട് ദൈവമില്ലാത്ത ഒരു രാജ്യമായി കമ്മ്യൂണിസത്തിലേക്ക് വരുവാൻ കാരണം റഷ്യൻ ഓർത്തഡോക്സിൽ ഉണ്ടായിരുന്നതായ മത നേതാക്കന്മാർ ചെയ്തതായ ദുഷ്ടത നിമിത്തമായിരുന്നു. പാവപ്പെട്ടരായ സാധുക്കളായ ജനങ്ങളോട് അന്യായമായി പണം പിഴിക്കുകയും അവരുടെ കസേരകളൊക്കെ എഴുതിയിരിക്കുന്നത് സ്വർണ്ണ കസേരകളായിരുന്നു. സ്വർണ്ണ കസേരകളിലെ അവർ ഇരിക്കുകയുള്ളായിരുന്നു. അവരുടെ കൊട്ടാരങ്ങളൊക്കെ, വലിയ വീടുകളൊക്കെ കൊട്ടാരങ്ങളായിരുന്നു. വളരെ മ്ലേച്ഛമായി ദൈവഭയമില്ലാതെ അവർ ജീവിക്കുകയും ജനത്തിൽ നിന്നും മതം പറഞ്ഞുകൊണ്ട് പണം ആക്രമിച്ചെടുക്കുകയും ചെയ്തു. ഇത് കണ്ടതായ സാധാരണ ജനം ഇത് ദൈവീകമല്ല, ഇത് ഇങ്ങനെ ഇതാണ് ക്രിസ്ത്യാനിറ്റം എങ്കിൽ ഈ ക്രിസ്ത്യാനിറ്റം നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിസം റഷ്യയിൽ വരുവാൻ കാരണമായത്. ആരാണ് കാരണക്കാർ? നാമധേയ ക്രിസ്ത്യാനികൾ. ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് സ്തോത്രം എല്ലാ ദുഷ്ടതയും ചെയ്ത് പാപത്തിന്റെ പടുകുഴിയിൽ മതനേതാക്കന്മാരായ ക്രിസ്തീയ നേതാക്കന്മാർ വീണതുകൊണ്ടാണ് റഷ്യൻ ഓർത്തഡോക്സ് തകർന്ന് റഷ്യയിൽ കമ്മ്യൂണിസം വരുവാനിടയായി തീർന്നത്. മുസ്ലിം മതം എങ്ങനെയാണ് ഉണ്ടായത്? ഈസ്റ്റും വെസ്റ്റുമായിട്ട് വഴക്കുണ്ടായിരുന്നതായ സന്ദർഭത്തിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ്, അതാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയാണ് ഈസ്റ്റേൺ സഭ. വെസ്റ്റ് എന്ന് പറയുന്ന കത്തോലിക്ക സഭയാണ്. അനേക നൂറ്റാണ്ടുകളോളം വർഷങ്ങളോളം ഇവർ തമ്മിൽ വഴക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും കിഴക്കുള്ളവരെ നശിപ്പിക്കണമെന്നു വെസ്റ്റും വെസ്റ്റിലുള്ളവരെ നശിപ്പിക്കണമെന്ന് ഈസ്റ്റും ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ളതായ വഴക്കിലാണ് റോമൻ സാമ്രാജ്യം തന്നെ കോൺസ്റ്റന്റിനോപ്പിളിന്റെ സമയത്ത് രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ട് റോമും അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിളും രണ്ട് ക്യാപിറ്റൽ വരുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. ഇതൊക്കെ ചരിത്രത്തിൽ നിന്നും ഞാൻ പറയുന്ന നഗ്ന സത്യങ്ങളാണ്. ഇങ്ങനെയുള്ള വഴക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ആത്മീകം തകർന്ന് ദൈവസഭയെന്ന് പകർന്നവർ അന്യോന്യം പൊരുതുകൊണ്ട് ആത്മീകമില്ലാതെ ഇരുന്ന സന്ദർഭത്തിലാണ് മുസ്ലിം എന്ന ഒരു മതം AD 5-ാം നൂറ്റാണ്ടിൽ ഉടലെടുക്കുവാൻ കാരണമായത്. ഇന്ന് ലോകത്തിൽ പാപം വർദ്ധിക്കുന്നതിന് ദൈവമക്കളാകുന്ന നാം ഒരു വിധത്തിൽ ഉത്തരവാദികളാണ്. നാം ജീവനുള്ള ദൈവത്തെ ഭയന്ന് ദൈവ ഇഷ്ടത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവഹിതപ്രകാരം പ്രാർത്ഥനയിലും ഭക്തിയിലും ദൈവപ്രസാദത്തിലും ജീവിച്ചു എങ്കിൽ നമ്മുടേതായിട്ടുള്ള വിശുദ്ധ ജീവിതം കണ്ടുകൊണ്ടും ദൈവ സ്നേഹം കണ്ടുകൊണ്ടും അനേക പാപികൾ കർത്താവിങ്കിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നേനെ. 1, 2, 3 നൂറ്റാണ്ടായപ്പോഴേക്കും ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, ഈ ഭൂഖണ്ഡങ്ങൾ മുഴുവനും ദൈവസഭ കൊണ്ട് നിറഞ്ഞിരുന്നു. ക്രിസ്ത്യാനിറ്റി അത്ര റാപ്പിഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ തകർച്ച അന്യോന്യം പൊരുതുവാൻ തുടങ്ങിയപ്പോൾ ഇടയായി തീർന്നു. ദൈവമക്കൾ അന്യോന്യം പൊരുതുന്നവരല്ല, അന്യോന്യം ക്ഷമിക്കുന്നവരാണ്,
അന്യോന്യം സ്നേഹിക്കുന്നവരാണ്. ഒരുവന് വേണ്ടി ഒരുവൻ ഇടിവിൽ നിന്ന് മറ്റുള്ളവരുടെ ഭാരങ്ങളെ നമ്മുടെ തോളങ്ങളിൽ ചുമന്നുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നവരാണ്. ഒരു സഹോദരനെതിരായി വേറൊരു സഹോദരൻ ദുഷ്ടത പകർത്തുമ്പോൾ അവർ സാത്താന്റെ അധീനതയിൽ ചെയ്യുന്ന മഹാദുഷ്ടതകളാണ് എന്ന് അവർ അറിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. മിടുക്കന്മാരായി അതും ഇതും പറഞ്ഞു നടക്കുമ്പോൾ truly they are the weapons under the control of Satan. സാത്താന്റെ അധീനതയിൽ സാത്താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളായി അവർ മാറുകയാണ്. അത് മുഖാന്തരം ദൈവനാമം ദുഷിക്കപ്പെടുകയാണ്. ദൈവം അപ്പോയിന്റ് ചെയ്ത, ദൈവം കൽപ്പിച്ചാക്കിയതായ ഇവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ ഉണ്ടാകുന്ന തകർച്ച. ഹല്ലേലൂയ. സക്കറിയ പ്രവചനം 2-ാം അധ്യായം 3-ാം അധ്യായം 4-ാം അധ്യായം ഒക്കെ നാം പഠിച്ചതാണ്. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ യോശുവ മഹാപുരോഹിതനെയും 4-ാം അധ്യായത്തിൽ സെരുബാബേൽ പ്രഭുവിനെയും നാം കാണുന്നു. അവർ ദൈവസന്നിധിയിൽ താണതായ സന്ദർഭത്തിൽ സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ബലഹീനതയിൽ അവർക്ക് തുണയായി ദൈവം ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. നോക്കുക, പ്രവാചകനായ സക്കറിയാവും പുരോഹിതനായ യോശുവയും ഗവർണറായ സെരുബാബേലും ഒന്നിച്ച് ഒറ്റക്കെട്ടായി മാറിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടുത്തെ ദിവ്യ ശക്തി കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വന്നു. ശത്രുക്കൾ വലിയവരായിരുന്നു, അവർക്ക് സ്വയമായി പണമില്ലായിരുന്നു. വെള്ളിയും പൊന്നും എനിക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആലയപ്പണിക്ക് ആവശ്യമായ വെള്ളിയും പൊന്നും ദൈവം കൊണ്ട് കൊടുത്തു. അപ്പോൾ ഹല്ലേലൂയ, എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത്? ഇത്രയധികം ദൈവം സ്നേഹിച്ച് ദൈവിക നന്മകൾ അനുഭവിച്ച് ദൈവിക സമൃദ്ധിയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ 11-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദൈവ സമൃദ്ധിയിൽ ഇവരായപ്പോൾ ഇവരുടെ സമൃദ്ധി നിമിത്തം, ഇവരുടെ പുഷ്ടി നിമിത്തം, ഇവരുടെ ധനം നിമിത്തം ഇവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുകയും ദൈവം മേയിക്കുവാൻ ഹല്ലേലൂയ ആക്കിയതായ ആടുകളെ അവർ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് കർത്താവ് ഹല്ലേലൂയ കാണാതെ പോയ ആടുകളായ യഹൂദന്മാരെ കണ്ടുകൊണ്ട് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഇടയനില്ലാതെ ആടുകൾ ചിതറിയത് കണ്ടിട്ട് കർത്താവ് ദൈവസന്നിധിയിൽ കരയുന്നതെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവനാമം മഹത്വത്തിനായിരിക്കണം. നമ്മുടെ പരദേശ പ്രയാണം വിശുദ്ധിയോടെ ആയിരിക്കണം, ഭയഭക്തിയോടെ ആയിരിക്കണം, ദൈവിക നീതിയിലായിരിക്കണം. ഇല്ല എങ്കിൽ 2-3 മാസമോ 2-3 വർഷമോ ഒക്കെ ഇച്ചിരി മുമ്പോട്ട് പോയെന്ന് വന്നേക്കാം. ഈ യഹൂദന്മാർക്ക് ദൈവം ഏതാണ്ട് 100 വർഷത്തോളം നീട്ടിക്കൊടുത്തു. AD 70 ഇവരുടെ ശിക്ഷ വന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനിച്ചത് BC 4 ഏതാണ്ട് 100 വർഷത്തോളം ദീർഘക്ഷമയുള്ളവനായ കർത്താവ് ക്ഷമിച്ച് മാനസാന്തരപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കാത്തിരുന്നു. എന്നാൽ അവർ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക്, അധമത്തിൽ നിന്ന് അധമത്വത്തിലേക്ക്, ദുഷ്ടതയിൽ നിന്ന് ദുഷ്ടതയിലേക്ക് വീണതിനാൽ ദൈവം അവരെ ശിക്ഷിക്കുവാൻ പോകുന്ന ശിക്ഷ ആത്മാവിൽ 500 വർഷം മുമ്പേ പ്രവാചകൻ കണ്ടുകൊണ്ട് പ്രവചിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രവചന ദൂതുകൾ അവർ പ്രസംഗിക്കുന്നു, എങ്കിലും അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം പ്രസംഗിക്കുന്നതും ഹല്ലേലൂയ നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാകുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും നമ്മുടെ നിർമ്മല മനസാക്ഷിയെ കർത്താവ് തൊട്ട് സംസാരിക്കുകയാണ്. കർത്താവേ, ഒരു പൂർണ്ണ സമർപ്പണത്തിന്, മനുഷ്യ ഇഷ്ടത്തിനല്ല ദൈവഹിതത്തിന് എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 4-ാം വാക്യത്തിൽ നോക്കുക, അറുപ്പാനുള്ള ആടുകൾ. ഇവരെ അറുക്കുന്നത് ആരാണ്? ഹല്ലേലൂയ, സ്തോത്രം. അവയെ മേയിക്കുന്നവർ കുറ്റമെന്നാതെ അവയെ അറുക്കുന്നു. അപ്പൊ ആടുകളെ അറുത്ത്, ഹല്ലേലൂയ, സ്തോത്രം. പണ്ടത്തെ കാലത്ത്
ഇടയന്മാരുടെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ, സ്തോത്രം. യജമാനന് യാക്കോബ് പറയുന്നുണ്ട്, നീ എനിക്ക് തന്ന ആടുകളുടെ എണ്ണം സൂക്ഷിച്ചിരുന്നു. ഏതെങ്കിലും ഹല്ലേലൂയ വന്യമൃഗം, ഹല്ലേലൂയ, സ്തോത്രം, ഏതെങ്കിലും ഒരു ആടിനെ കൊണ്ടുപോയാൽ ഞാൻ അതിന് പകരം നൽകിയിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ആടുകളുടെ എണ്ണം നോക്കി അതിനെ സൂക്ഷ്മമായി സൂക്ഷിച്ച് വന്യമൃഗമാകുന്ന ദുഷ്ടനായ പിശാചിനാൽ പിടിക്കപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ജോലിയാണ് ഇടയന്മാരുടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആടുകളുടെ ഉടയവനായ കർത്താവിന് കണക്ക് കൊടുക്കേണ്ടവരാണ്. എന്നാൽ അവരിപ്പം ചെയ്യുന്നത് എന്താണ്? ആടുകളെ അറക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഹല്ലേലൂയ, എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഹല്ലേലൂയ, സ്തോത്രം. സ്വയമായി അതിനെ ആടുകളെ അറക്കുന്നത് ഹല്ലേലൂയ അവർക്ക് ഒന്ന് തടിച്ച് ഉരുണ്ടവരേണ്ടതിനു വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമതായി ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ കാണുന്നത് ഹല്ലേലൂയ അവയെ വിൽക്കുന്നു. ഹല്ലേലൂയ, ആട്ടുംകൂട്ടത്തെ വിൽക്കുക എന്ന് പറയുന്നത് ഹല്ലേലൂയ ഒരു യഹൂദനെ ജാതികൾക്ക് അടിമയായി വിൽക്കുന്ന കാര്യമായി ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആടുകളെ അറുത്ത് അവരെ തകർക്കുന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ, സ്തോത്രം, ആടുകളെ സൂക്ഷിക്കേണ്ടവർ ജാതികൾക്ക് വിൽക്കുന്നു. വിറ്റിട്ട് എന്തുണ്ടാകുന്നു? അവർക്ക് ധനം കിട്ടുമ്പോൾ ദൈവത്തിന് സ്തോത്രമെന്ന് പറയുന്നു. ഹല്ലേലൂയ, അന്യായമായ പണം ഹല്ലേലൂയ, സ്തോത്രം, സമ്പാദിച്ചിട്ട് ഇത് ദൈവത്തിൽ നിന്നാണെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവർ ഭോഷത്വം പറയുകയാണ്. അതുകൊണ്ടുള്ള സ്തോത്രം ദൈവം അംഗീകരിക്കത്തില്ല എന്ന 5-ാം വാക്യം വളരെ സ്പഷ്ടമായി പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അന്യായമായി ധനമുണ്ടാക്കുവാൻ ദൈവം കൽപ്പിക്കുന്നില്ല. നാം അധ്വാനിച്ച് ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമുക്ക് തന്ന ബുദ്ധിയിൽ ഏതെങ്കിലും ബിസിനസ് ദൈവികമായി ചെയ്ത് ഹല്ലേലൂയ മാന്യമായി ദൈവഹിതപ്രകാരം ദൈവം നമുക്ക് തരുന്ന ഭൗമിക നന്മയ്ക്കായി സ്തോത്രം ചെയ്യുമ്പോൾ ദൈവത്തിന് അത് മാന്യതയാണ്. എന്നാൽ അന്യായമായി ഉണ്ടാക്കുന്ന പണം കൊണ്ട് ഹല്ലേലൂയ ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ മദ്യഷാപ്പുകൾ ടെൻഡർ ചെയ്യുന്നത് നാമധേയ ക്രിസ്ത്യാനികളാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് അന്യായമായി പണമുണ്ടാക്കാം. ഹല്ലേലൂയ, സ്തോത്രം. എത്രയോ ക്രിസ്ത്യാനികൾ ലിക്കർ ഷോപ്പുകൾ ഹല്ലേലൂയ ടെൻഡർ ചെയ്ത് അന്യായമായി പാപത്തിൽ കൂടെ പണമുണ്ടാക്കുന്നു. എന്തു ചെയ്താലും വേണ്ടുകയില്ല, ആരെയെങ്കിലും കൊന്നാലും വേണ്ടുകയില്ല, വേറൊരുത്തൻ തകർന്നാലും വേണ്ടുകയില്ല. എന്തെല്ലാം ദുഷ്ടതയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കഴുത്തിൽ കിടക്കുന്ന അരപ്പവൻ മാലയ്ക്കു വേണ്ടി മനുഷ്യന്റെ കഴുത്തെ അറുത്തു കളയുന്നു. ഇങ്ങനെയുള്ള ദുഷ്ടതയുള്ള ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. AD 13-ാം നൂറ്റാണ്ടിലാണ് ഹല്ലേലൂയ പാപമോചന ചീട്ടുണ്ടായത്. നിങ്ങൾ കത്തോലിക്ക മതത്തിന്റെ ചരിത്രം വായിച്ചു നോക്ക്. പാപമോചന ചീട്ട് ഉണ്ടാകാനുള്ള കാരണം കത്തോലിക്ക മതത്തിൽ പണമില്ലാതെ വന്നു. പണമില്ലാതെ വന്നതായ സന്ദർഭത്തിൽ അന്നത്തെ പോപ്പാകുന്ന വ്യക്തി ചിന്തിച്ചു, ഹല്ലേലൂയ, ഒരു പാപമോ സർട്ടിഫിക്കറ്റ് ഹല്ലേലൂയ എഴുതി കൊടുത്താൽ നീ ഇത്ര രൂപ തന്നാൽ ഹല്ലേലൂയ നിന്റെ പാപം മോചിക്കപ്പെടും. അല്ലെങ്കിൽ നീ $5 കുരിശിൽ മൂട്ടിൽ ഇടുകയാണ് എങ്കിൽ ആ ഡോളറിന്റെ ക്ലിങ് ശബ്ദം ഹല്ലേലൂയ കുരിശിന്റെ താഴെ കേൾക്കുമ്പോൾ നിന്റെ പാപം മോചിക്കപ്പെടും എന്ന് പറയുന്നതായ അബദ്ധങ്ങൾ കൊണ്ട് ഇന്നും ലോകം നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ അബദ്ധത്തിൽ വീണ് കിടക്കുന്ന ജനങ്ങളോട് നിങ്ങൾ അബദ്ധത്തിലാകുന്നുവെന്നും നിങ്ങളുടെ മത നേതാക്കന്മാർ, നിങ്ങളുടെ പുരോഹിതന്മാർ ചതിക്കുകയാകുന്നു എന്നും നാം ശക്തമായി തുറന്നു പറയേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കത്തോലിക്ക മതത്തിന്റെ ഹല്ലേലൂയ കടഭാരം മാറുകയും പാവങ്ങളായ ആൾക്കാർ, വിദ്യാസമ്പന്നരല്ലാത്തവർ, അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതായ രൂപ കൊടുത്തിട്ട് ഹല്ലേലൂയ പാപമോചന ചീട്ട് ലഭിക്കുകയാണ്. അയ്യോ എന്റെ പാപം ക്ഷമിച്ചു തന്നെന്നാണ്. ഹല്ലേലൂയ പാപത്തിൽ ജീവിക്കുന്ന ഒരു പോപ്പ്, എല്ലാ ദുഷ്ടതയും ചെയ്യുവാൻ മടിക്കാത്ത ഒരുവൻ നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് ഒരു ചീട്ട് എഴുതി തന്നാൽ നമ്മുടെ പാപങ്ങൾ മോചിക്കുകയില്ല. നമ്മുടെ പാപങ്ങൾ മോചിച്ചു തരുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ, കർത്താവേ ഞാൻ വീണുപോയി, ഞാൻ ഒരു പാപിയാണ്, അവിടുത്തെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ സകല പാപങ്ങളെയും നമ്മുടെ കർത്താവ് കഴുകി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇത് നാം ഗ്രഹിച്ചിരിക്കണം. നാം അബദ്ധത്തിൽ വീഴുന്നവരാകരുത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ മദ്യം കുടിച്ചിട്ട് ഹല്ലേലൂയ ഒരുവൻ വണ്ടി ഓടിക്കുകയാണ്, ഒരു കുരിശ് കവലയിൽ ചെന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം 5 രൂപ ഹല്ലേലൂയ കുരിശിലിട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ ഇവന്റെ മദ്യത്തെ ദൈവം ക്ഷമിക്കുമെന്നാണ് വിചാരം. അങ്ങനെയെങ്കിൽ പണമുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകുവാൻ ഒക്കുകയുള്ളല്ലോ. ദൈവം കുഷ്ഠരോഗികളോടുകൂടെ ആയിരുന്നു, ദൈവം ഭിക്ഷക്കാരോടുകൂടെ ആയിരുന്നു. ഹല്ലേലൂയ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ബെർത്തിലാമായി ഒരു ഭിക്ഷക്കാരനായിരുന്നു. വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് പൗലോസും പത്രോസും യോഹന്നാനും പറയുന്നു. അവർക്കുണ്ടായിരുന്നത് യേശുവാണ്. ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന മുടന്തനെയാണ് അവർ എഴുന്നേൽപ്പിച്ചത്. ധനവാന്മാർക്ക് വേണ്ടി ഉള്ളതായിട്ടുള്ളതല്ല. ഹല്ലേലൂയ, ധനത്തിൽ പാപം മോചിച്ച് കിട്ടിയെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഈസ് ഓൺലി ഫോർ ദ റിച്ച് പീപ്പിൾ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയല്ല. ദൈവവചനം പറയുന്നത് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനു തക്കവണ്ണം നാം പ്രാപിക്കും. നമ്മുടെ പണം കൊണ്ടോ നമ്മുടെ പാപം മോചിച്ച് കിട്ടുകയില്ല. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്ന ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കാതെ ഒരുവന് പാപമോചനം ലഭിക്കയില്ല. ഇവിടെ ഹല്ലേലൂയ ആടുകളെ വിൽക്കുകയും ആടുകളെ അറക്കുകയും ചെയ്ത് യഹൂദ മതനേതാക്കന്മാർ അന്യായമായി ധനം സമ്പാദിച്ച് സന്തോഷിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇതിൽ നിന്നും ദൈവത്തിന്റെ ന്യായവിധി വരുന്നതാണ് 6-7 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 8-ാം വാക്യത്തിലും അതാണ് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ ഇനിയും ദേശനിവാസികളെ ആദരിക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. കാരണം എന്നാ? ദൈവം നമ്മെ ആദരിച്ച് തന്റെ ഓമനപുത്രനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് ഹല്ലേലൂയ കർത്താവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തിട്ട് ഹല്ലേലൂയ പാപത്തിൽ ജീവിക്കുന്ന ജനത്തെ മാനസാന്തരത്തിന് വർഷങ്ങളോളം അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടും മാനസാന്തരപ്പെടാതെ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പാപത്തിൽ മരിക്കുമെന്നാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ന്യായവിധിയാണ് 6-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. കൂട്ടുകാരന്റെ കയ്യിലും രാജാവിന്റെ കയ്യിലും ഏൽപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇതാരുടെ കയ്യിൽ ഏൽപ്പിച്ചു? ദൈവത്തിന് സ്തോത്രം. ജാതികളുടെ പിന്നിൽ ഹല്ലേലൂയ ജാതികളുടെ മ്ലേച്ഛതയിലേക്ക് യഹൂദന്മാർ തിരിഞ്ഞു. ഹല്ലേലൂയ ജാതികളെ യഹൂദന്മാർ കൂട്ടുകാരാക്കി. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? യഹൂദന്മാരെ അവർ കൂട്ടുകാരായ ജാതികളുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. അതാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ ജാതികളുടേതായ അവസ്ഥ. ഈ ലോകക്കാർ പലപ്പോഴും പാപത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കൂട്ടായിരിക്കും. കാരണം അവന്റെ പാപത്തിന് നാം കൂട്ടു നിൽക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ആരും നമുക്ക് കൂട്ടില്ലെങ്കിലും വിശുദ്ധിയോട് ഭക്തിയോടുകൂടെ നമ്മുടെ പ്രവാസ ജീവിതം കഴിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. ഞാൻ ഓർപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. BC 4 മുതൽ മുമ്പോട്ടുള്ളതായ യഹൂദന്മാരുടെ പീഡനം, വിശേഷാൽ തീത്തോസിന്റെ അധീനതയിൽ AD 70 യെരുശലേം ചുട്ടുകരിക്കപ്പെടുകയും ആലയം ചുട്ടുകരിക്കപ്പെടുകയും തീത്തോസ് പ്രത്യേകം റോമൻ ഗവൺമെന്റിനോട് പറഞ്ഞു, റോമൻ പടയാളികളോട് പറഞ്ഞു, അതൊരാലയമാണ്. ഹല്ലേലൂയ സ്തോത്രം. അതിനെ വെറുതെ ഇട്ടേരെ, അതിനെ ഒന്നും ചെയ്യരുത്. ഹല്ലേലൂയ ബാക്കി യഹൂദന്മാരെ മാത്രം പിടിച്ചടക്കിയാൽ മതി. യെരുശലേം പട്ടണം പിടിച്ചടക്കിയാൽ മതി, ആലയത്തിൽ ഒന്നും ചെയ്യരുതെന്ന് തീത്തോസ് പ്രത്യേക കൽപ്പന കൊടുത്തിരുന്നു. അന്നത്തെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന തീത്തോസ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഒരു പടയാളി ഹല്ലേലൂയ അറിയാതെ തീയമ്പ് എയ്തത് നേരെ ആലയത്തിലേക്ക് ചെന്ന് വീണിട്ട് ആലയം തീ കൊണ്ട് വെന്തുപോയി. ഹല്ലേലൂയ സ്തോത്രം. നോക്കുക. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. തീത്തോസ് പറഞ്ഞിട്ട് പോലും ഈ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും ആലയം ഒഴിഞ്ഞു മാറിയില്ല. നമ്മുടെ കർത്താവ് ഈ ആലയത്തിൽ ചെന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം ഇവരോട് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ആലയം, പ്രാർത്ഥനാലയം, നിങ്ങൾ അതിനെ
കള്ളന്മാരുടെ ഗുഹയാക്കി. 2 തവണ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യെരുശലേം ആലയം ശുദ്ധീകരിച്ചതാണ്. എന്നാൽ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി ആരാധന അശേഷമില്ലാതെ തീർന്നതായ ആലയത്തെ ഇനിയും ഒരാലയമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ദൈവനാമം ദുഷിക്കപ്പെടത്തേ ഉള്ളൂ എന്ന് ദൈവം മനസ്സിലാക്കിയപ്പോൾ അതിനെ അഗ്നിക്ക് ഇരയാക്കുകയായിരുന്നു. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മളിൽ വസിക്കാനാണ് നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നത്. ദൈവം നമ്മളിൽ വസിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതം വിശുദ്ധമല്ല എങ്കിൽ നാം ദൈവത്തിന്റെ ആലയമാണെന്ന് ക്ലെയിം ചെയ്യാമെന്നേ ഉള്ളൂ. വിശുദ്ധനായ ദൈവം നമ്മളിൽ വസിക്കുകയില്ല. കർത്താവ് നമ്മളോട് കൽപ്പിക്കുന്നത് എന്താണ്? ഞാൻ വിശുദ്ധനായിരിക്കുന്നതിനാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസ് അത് എടുത്ത് പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയുടെ മാൻഡേറ്റിലായിരിക്കണം നമ്മുടെ വിശുദ്ധി. നമ്മുടെ സ്വയനീതിയിലുള്ള വിശുദ്ധി ആയിരിക്കരുത്. യഹൂദൻ പറഞ്ഞു, ഞാൻ വിശുദ്ധനാണ്, ഞാൻ 1000 യാഗം കഴിക്കുന്നു, ഞാൻ പതാരം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ദൈവം പറഞ്ഞു, നിങ്ങളുടെ സ്വയനീതിയിലുള്ള വിശുദ്ധിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ അനാഥരുടെ വസ്തുവകകൾ വാങ്ങുകയും അവരെ തകർക്കുകയും വിധവമാരെ വിഴുങ്ങുകയും ചെയ്തിട്ട് അന്യായമായി ഉണ്ടാക്കുന്ന പണം, നിങ്ങൾ ആ പണത്തെ വിശുദ്ധിയാക്കേണ്ടതിന് പതാരം കൊടുത്തതുകൊണ്ട്, ദശാംശം കൊടുത്തതുകൊണ്ട് ആ പണം വിശുദ്ധമാകയില്ല. പ്രവാചകന്മാർ ഇതിനു മുമ്പും പല പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അന്യായമായി ഉണ്ടാക്കുന്ന പണം ദൈവത്തിന്റെ ആലയത്തിൽ വരുവാൻ പാടില്ല. അന്യായമായി ഉണ്ടാക്കുന്ന പണം ദശാംശം കൊടുത്തതുകൊണ്ട് ആ പണം വിശുദ്ധമാകയുമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നാം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നല്ലതാണ്. ഒരുവനെ ചതിച്ച് നാം പണം ഉണ്ടാക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരുവനെ വക്രിച്ച് നാം പണം ഉണ്ടാക്കരുത്. ബിസിനസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ദൈവഹിതപ്രകാരം ബിസിനസ് ചെയ്യുന്നവരായിരിക്കണം. അപ്പോസ്തലനായ പൗലോസിന്റെ കാലത്ത് രക്താംബരം വിൽക്കുന്ന ലുദിയ എന്ന് പറയുന്ന ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ വീട് പക്ഷെങ്കിൽ കർത്താവിന് വേണ്ടി അവൾ കൊടുത്തു. ഹല്ലേലൂയ. അവൾ ബിസിനസ്സുകാരിയായിരുന്നു, എന്നാൽ അവൾ മഹാഭക്തയായിരുന്നു. അപ്പോൾ നാം എന്തു ചെയ്താലും ദൈവഹിതപ്രകാരം ചെയ്യണം. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി വരുന്നതാണ് 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവർ ദേശത്തെ തകർത്ത് കളയും, അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കുകയുമില്ല. ദേശത്തെ തകർക്കുവാൻ ശത്രുവിന്റെ കയ്യിൽ ദൈവമേൽപ്പിച്ചു. യഹൂദന്മാർ കിടന്ന് വളരെ കരഞ്ഞിട്ടും ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടില്ല. എന്നാൽ അവർക്കൊന്നുമില്ലാതെ ഇരുന്ന സന്ദർഭത്തിൽ, അവർക്ക് ശക്തി ബലഹീനമായിരുന്ന സന്ദർഭത്തിൽ, അവർക്ക് ആയുധമില്ലായിരുന്ന സന്ദർഭത്തിൽ സെരുബാബേല് പ്രാർത്ഥിച്ചപ്പോൾ, യോശുവ മഹാപുരോഹിതൻ പ്രാർത്ഥിച്ചപ്പോൾ ഒക്കെ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്കെല്ലാം ഉത്തരം അരുളി അവരെ പ്രൊട്ടക്ട് ചെയ്തു. ഇപ്പോൾ അവർക്കെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം അവരെ രക്ഷിച്ചില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ, ദൈവം നമുക്ക് പ്രതികൂലമെങ്കിൽ ആരെല്ലാം അനുകൂലമുണ്ടെങ്കിൽ എന്ത് പ്രയോജനം? അതിന്റെ ന്യായവിധിയാണ് 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 2 കോലിനെ പറ്റി 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കോലെടുത്ത് ഒന്നിനെ ഇമ്പമെന്നും മറ്റേതിനെ ഒരുമയെന്നും പേരിട്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എടുത്ത 2 കോൽ, ദൈവവചനത്തിൽ 2 കോലുകളെ നമുക്ക് 23-ാം സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ എന്താണ് ഇമ്പം, എന്താണ് ഒരുമ എന്നുള്ളത് നാം ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. 10-ാം വാക്യം ഞാനിവിടെ വായിക്കുന്നു. അനന്തരം ഞാൻ ഇമ്പം എന്ന കോലെടുത്ത് ഞാൻ സകല ജാതികളോടും ചെയ്തിരിക്കുന്ന എന്റെ നിയമത്തെ മുറിച്ചു കളയേണ്ടതിന് അതിനെ മുറിച്ചു കളഞ്ഞു. അപ്പം ഇമ്പം എന്ന കോല് ജാതികളോടുള്ള ബന്ധത്തിലാണ് എന്ന് 10-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ എനിക്ക് സമയമില്ല. ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ ഇമ്പവും ഒരുമയും എന്ന കോലും, ഹല്ലേലൂയ, സ്തോത്രം, 30 വെള്ളിക്കാശിന് വിറ്റ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു
ത്യജിക്കപ്പെട്ട ക്രിസ്തുവിനെ പറ്റിയുമായിരിക്കും അടുത്ത ആഴ്ച നാം ചിന്തിക്കുന്നത്. രണ്ട് പ്രധാന കാര്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കുവാനുള്ളൂ. ത്യജിക്കപ്പെട്ടവനായ ക്രിസ്തു, തുമ്പുകെട്ട ഇടയനായ എതിർ ക്രിസ്തു. ഈ രണ്ട് കാര്യങ്ങളും കൂലങ്കഷമായി ചിന്തിക്കേണ്ടതാണ്. ഹല്ലേലൂയ സ്തോത്രം. രണ്ട് ക്ലാസുകൾ മിനിമം ഹല്ലേലൂയ സ്തോത്രം ഈ രണ്ട് വിഷയത്തിന് എടുക്കും. ഹല്ലേലൂയ സ്തോത്രം. ദൈവം സഹായിക്കുമെങ്കിൽ ഹല്ലേലൂയ അടുത്ത ആഴ്ച കൊണ്ട് നമുക്ക് തീർക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇവിടെ 10-ാം വാക്യത്തിൽ ഹല്ലേലൂയ 7-ാം വാക്യത്തിൽ കാണുന്ന ഇമ്പം എന്ന കോല് ജാതികളോടുള്ള ബന്ധത്തിലാണ് എന്ന് കാണുവാൻ സാധിക്കും. ഞാൻ സകല ജാതികളോടും ചെയ്തിരിക്കുന്ന എന്റെ നിയമത്തെ മുറിച്ചു കളഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ ഒരുമ എന്ന കോലാണ് നമുക്ക് കാണേണ്ടത്. ഒരുമ എന്ന കോലിനെ പറ്റി നാം നോക്കുമ്പോൾ യഹൂദനോടുള്ള ബന്ധത്തിൽ ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ 11-ാം വാക്യം, അതെ ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞുപോയി. അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ അത് ദൈവത്തിന്റെ അരുളപ്പാട് എന്ന് ഗ്രഹിച്ചു. അരിഷ്ടതയേറിയ ആടുകൾ 7-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. അരിഷ്ടതയേറിയ ആടുകൾ, ഹല്ലേലൂയ സ്തോത്രം, അന്നത്തെ കാലത്തെ ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ഹല്ലേലൂയ ദൈവത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്ത യഹൂദ വംശത്തെയാണ് കാണുന്നത്. ഈ അരിഷ്ടതയേറിയ ആടുകളിൽ നിന്നാണ് ഹല്ലേലൂയ സ്തോത്രം സഭയുടെ ആരംഭ കാലങ്ങളിൽ ഹല്ലേലൂയ സഭയിലേക്ക് ആത്മാക്കൾ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. യഹൂദന്മാരാണ് ആദ്യം മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വന്നത്. ഈ അരിഷ്ടതയേറിയ ആടുകൾ പറയുന്നു, നോക്കുക, ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ അരുളപ്പാട് ധനവാന്മാരെ, മഹാന്മാരെ മനസ്സിലാക്കാതെ ഇരുന്നപ്പോൾ അരിഷ്ടതയേറിയവർ രോഗത്തിൽ കൂടെ, പ്രശ്നത്തിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ, പട്ടിണിയിൽ കൂടെ, പൈതാഹങ്ങളിൽ കൂടെ, സ്ഥാനമാനങ്ങളില്ലാതെ എല്ലാവരാലും ത്യജിക്കപ്പെട്ട അരിഷ്ടതയേറിയ ആടുകൾ ദൈവത്തിന്റെ അരുളപ്പാട് ഗ്രഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ അരുളപ്പാട് ഗ്രഹിക്കുന്നതിനോളം അനുഗ്രഹം വേറൊന്നുമില്ല. ഇന്ന് ഈ ലോകം ദൈവത്തിന്റെ അരുളപ്പാട് ഗ്രഹിക്കുന്നില്ല. അവർക്കൊക്കെ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ഒരു ഭോഷത്വമായി തോന്നിയിരിക്കുകയാണ്. ദൈവവചന ശുശ്രൂഷയിൽ അവർക്കൊരു വിലയും കൊടുക്കുന്നില്ല. ദൈവവചനം പഠിപ്പിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും അത് കേൾക്കുവാൻ അവർക്ക് സമയമില്ല. ടിവിയുടെ മുമ്പിൽ ഹല്ലേലൂയ ആടുവാനും പാടുവാനും അവർക്ക് സമയമുണ്ട്. എന്നാൽ അരിഷ്ടതയേറിയ ആടുകൾ ദൈവത്തിന്റെ അരുളപ്പാട് ഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ വന്നാൽ ഹല്ലേലൂയ സ്തോത്രം നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അരുളപ്പാട് നീ ഗ്രഹിക്കുന്നുവെങ്കിൽ ആ അരുളപ്പാടുകൾ, കർത്താവിന്റെ വചനം നിന്നെ വിടുവിക്കും. അവന്റെ വചനം വേഗത്തിലോടി നിന്നെ ഇന്ന് രാത്രി സൗഖ്യമാക്കും. നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, നിന്റെ ജീവിതത്തിൽ അരിഷ്ടത, കഷ്ടത, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖം, കണ്ണുനീരൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ, നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നീ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ അരുളപ്പാടാണിത്, ദൈവത്തിന്റെ വചനമാണിത്, ഇത് എന്നോടുള്ള ദൂതാണ് എന്ന് നാം ഗ്രഹിച്ചിരിക്കണം. ഇങ്ങനെ ഗ്രഹിച്ചിരുന്നാൽ ഹല്ലേലൂയ ആ വചനം നമുക്ക് ഐശ്വര്യമായി, നമുക്ക് നന്മയായി, നമുക്ക് സൗഖ്യമായി, നമുക്ക് വിടുതലായി മാറും. ഹല്ലേലൂയ. നോക്കുക, ഇടയന്മാർ നശിച്ചപ്പോൾ ഹല്ലേലൂയ പുഷ്ടിയുള്ള ആടുകൾ ഹല്ലേലൂയ പാപത്തിൽ വീണ് തകർന്നു പോയപ്പോൾ അരിഷ്ടതയേറിയ, ബലഹീനമായിട്ടുള്ളതായ, ആരും സഹായിക്കുവാനില്ലാത്തതായ ഹല്ലേലൂയ യഹൂദന്മാർ ദൈവത്തിന്റെ അരുളപ്പാട് ഗ്രഹിച്ച് കർത്താവിലേക്ക് വന്ന് നിത്യജീവൻ അവകാശികളായി തീരുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ തുടർമാനമായി നമുക്ക് ചിന്തിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുവോ? നമ്മുടെ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ എനിക്കും വിശുദ്ധിയിൽ ജീവിക്കണം. എന്റെ ജീവിതം കൊണ്ട് മറ്റൊരു വ്യക്തി
കർത്താവിലേക്ക് വരുവാൻ ഞാൻ കൊതിക്കുന്നു. കർത്താവെ, എന്റെ ജീവിതത്തിൽ അനേക അരിഷ്ടതകൾ, ഭാരങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ദൈവത്തിന്റെ അരുളപ്പാടെന്ന് ഗ്രഹിച്ച് എന്നോടുള്ള ദൂതെന്ന് ഞാൻ മനസ്സിലാക്കി എന്നെ തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ താഴ്ത്തുന്നു. വചനത്തിന്റെ ജീവൻ, വചനത്തിൽ കൂടെയുള്ള സൗഖ്യം, വചനത്തിൽ കൂടെയുള്ള സന്തോഷം, വചനത്തിൽ കൂടെയുള്ള വിടുതൽ, ഹല്ലേലൂയ, ഇരുവായ്ത്തലയുള്ള വചനം എന്ന വാളിനാൽ ഇന്ന് രാത്രി എന്റെ വിഷയങ്ങളിന്മേൽ, എന്റെ പ്രാർത്ഥനകളിന്മേൽ അവിടുത്തെ ആത്മാവിനാൽ പ്രവർത്തിച്ച്, ഹല്ലേലൂയ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് നാം പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനകൾക്കായി സമർപ്പിക്കുന്ന ജീവിതങ്ങൾക്ക് ഉള്ളതായ ചില മിനിറ്റുകളാണ് ഇനിയും. സമർപ്പിക്കുന്ന ജീവിതങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നിങ്ങളുടെ ഭാരങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രത്തോടുകൂടി അറിയിക്കാം. ഇന്ന് രാത്രിയിൽ നിനക്കുള്ള ദൂതാണ്, ഹല്ലേലൂയ, ഇത് ദൈവത്തിന്റെ അരുളപ്പാടെന്ന് ഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു ഓൾ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അടിയനെ കർത്താവിന്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന ഒരു വിശുദ്ധ ജീവിക്കുവാനും, അടിയനെ കാണുന്ന ഒരു ക്രിസ്തുവിനെ കാണുവാനും, ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ അടിയനിൽ ഉണ്ടാകുവാനും, ആറ്റിറ്റ്യൂഡ് മുഖാന്തരം അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാനും അടിയന്റെ കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവിന്റെ ദാസൻ അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേൾപ്പിച്ച വചനത്തിന്റെ മുൻപാകെ എന്നെ തന്നെ കുടുംബമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. അരിഷ്ടതയേറിയ ആടുകളെ പോലെ ദൈവത്തിന്റെ അരുളപ്പാടുകളെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളുടെ ജീവിതം ദൈവത്തിന് മഹത്വമായിരിക്കാൻ എന്നെ തന്നെ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവദാസൻ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. രാത്രികാലം ദേവദാസൻ കൂടെ കേൾപ്പിച്ച വചനത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ജീവിതത്തിന് വളരെ അനുഗ്രഹകരമായിരുന്നു. അടിയനും കുടുംബമായി ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിപ്പാൻ അവനൊരു സൗരഭ്യവാസിനായി തീരുവാൻ തക്കവണ്ണ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഏഴകളെ കുടുംബമായി കേട്ട വചനത്തിന് മുമ്പാകെ ഒരു ദൂതായി ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വന്റെ കുടുംബമായി താഴ്ത്തിയേൽപ്പി ഞങ്ങളുടെ വൈദ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദേവദാസൻ ഏഴകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദേവലക്കരയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പേര് ജിജി എന്നാണ്. ഞാൻ ഈ പ്രയർ ലൈനിലായിരിക്കാൻ ഇപ്പൊ 2 ആഴ്ചയായി. എനിക്ക് വളരെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഞാനിത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വിഷയത്തിൽ മേൽ ജയം തരുവാൻ എൻ്റെ യേശുവപ്പച്ചൻ എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി അർപ്പിച്ചുകൊള്ളുന്നു. Praise the Lord. God bless you. Hallelujah. ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ താഴ്ത്തി സമർപ്പിക്കുന്നു. എന്നെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിനും പ്രസാദകരമായി ജീവിപ്പാൻ അങ്ങേക്ക് വേണ്ടി ശോഭിക്കുവാൻ തക്കവണ്ണം ഇടയാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. Praise the Lord. Hallelujah. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രിയ ജിജി സിസ്റ്റർ, കർത്താവിന്റെ വചനം കേട്ടുവല്ലോ. ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഏതു വിഷയമാണെങ്കിലും പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുക. നിങ്ങളുടെ വിഷയത്തിന്മേൽ കർത്താവ് ഉത്തരം നൽകി സഹായിക്കുമാറാകട്ടെ. സമർപ്പിച്ച ഓരോ വ്യക്തികളെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, ആവശ്യങ്ങളിൽ കർത്താവിന്റെ സമൃദ്ധി നൽകുമാറാകട്ടെ. വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സ്വർഗീയമായ ധന്യത കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. ഏക ഹൃദയത്തോടുകൂടെ ഒരുമനപ്പെട്ട് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അവിടുത്തെ അനുഗ്രഹങ്ങളും വിടുതലും സമൃദ്ധിയും അനുഭവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ അവിടുത്തെ അരുളപ്പാടുകൾ ഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ നാഥ. അവിടുത്തെ വചനത്തിന്റെ മുമ്പാകെ ഏഴയെ സമർപ്പിക്കുന്നു. ദൈവവചനം കേട്ട് വചനത്തിന്റെ മുമ്പാകെ സമർപ്പിച്ച വ്യക്തികൾക്കായി, കുടുംബങ്ങൾക്കായി പ്രത്യേകമായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ പ്രാർത്ഥനകൾ, അപേക്ഷകൾ കർത്താവ് കേൾക്കുകയും അവയ്ക്കൊക്കെയും ഉത്തരം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ ഹല്ലേലൂയ കർത്താവ് നൽകിയിരിക്കുന്ന അരുളപ്പാടുകൾ അത് ഞങ്ങൾക്കുള്ളതാണ് എന്ന് ഗ്രഹിച്ച് ഇന്ന് രാത്രി ആ വചനത്തിൽ കൂടെ വിടുതലും
വിടുതൽ പ്രാപിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾക്കിടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ള വചനം അത് ഞങ്ങൾക്കുള്ളതാണ് എന്ന് ഗ്രഹിച്ച് കർത്താവേ അങ്ങിൽ നിന്നുള്ളതായ സൗഖ്യം അനുഭവിപ്പാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണരാലുള്ള സൗഖ്യം, അവിടുത്തെ വചനത്താലുള്ള സൗഖ്യം നൽകുമാറാകണമേ. അവിടുത്തെ വചനം കേട്ട മക്കൾക്ക് അതിവേഗം ഓടുന്ന അവിടുത്തെ വചനത്താൽ വിടുതലും അനുഗ്രഹവും സമൃദ്ധിയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരോ വ്യക്തികളായി കുടുംബമായി അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളും വിശുദ്ധരായി ജീവിപ്പാൻ അവിടുത്തെ പരിശുദ്ധ ആത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. പാപത്തിൽ വീഴാതെ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശേഷാൽ ജിജി എന്ന് പറഞ്ഞ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ട മകളുടെ വിഷയത്തിന്മേൽ ഞങ്ങൾ ഏക ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കുകയും അവിടുത്തെ ഉത്തരം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ആടുകൾ ദൈവത്തിന്റെ ആലോചന എന്ന് ഗ്രഹിച്ച് കർത്താവിന്റെ സന്നിധിയിൽ താഴ്ത്തി സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചതുപോലെ ഈ പ്രിയപ്പെട്ട മകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി അപേക്ഷിച്ചിരിക്കുന്ന അപേക്ഷകൾ വിഷയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ. അടുത്തും അകലെയുമായി അവിടുത്തെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം സ്തോത്രം സ്തോത്രം. തിരുനാമം ഞങ്ങളിൽ കൂടെ മഹിമപ്പെടുവാൻ ഇടയാക്കണമേ. എല്ലാ ദിവസവും നടക്കുന്ന ഹല്ലേലൂയ ഓക്ലഹോമ പ്രയർ ലൈനിൽ കൂടെയുള്ള എല്ലാ മിനിസ്റ്ററിക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ ദേശത്തെ വിതറപ്പെടുന്നതായ ഈ വചനം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ പ്രവൃത്തി ചെയ്ത് ഹല്ലേലൂയ നല്ല ഫലം കായ്പാൻ തക്കവണ്ണം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷകൾ കേട്ടതിനാൽ സ്തോത്രം, മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. രാത്രിയിലും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ താങ്ക് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നൽകുന്ന സമയത്തെ ഓർത്തുകൊണ്ട് സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. പ്രത്യേക നാട്ടിൽ നിന്ന് പ്രിയ സഹോദരി ജിജി സിസ്റ്ററും അതുപോലെ തന്നെ തന്റെ മകൾ ലിൻസിയും ലൈനിലുണ്ടല്ലോ. അവർ ദൈവസനെ ഇന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായത് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തേവരക്കരയിലാണ് അവരുടെ ദേശം. അവരുടെ ഹസ്ബൻഡിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് പ്രയർ ലൈനിൽ കടന്നു വരികയും ദൈവവചനം കേൾക്കുകയും സന്തോഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ദൈവസേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് എന്ന് ആ പ്രിയ സഹോദരി പറയുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം അപ്രകാരം സാവകാശം നൽകിയത് ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം ഈ പ്രളയനായിരിക്കുന്ന എല്ലാവരോടും എനിക്കൊരു അപേക്ഷയുള്ളത്. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പൂർണ്ണമായ രക്ഷയ്ക്ക് വേണ്ടിയും ദൈവസേനയിൽ സമർപ്പിക്കപ്പെട്ട ദൈവകൽപ്പന അനുസരിച്ച് യഥാർത്ഥ സത്യ ആരാധനയിൽ കടന്നു വരുവാൻ തക്കൊണ്ട് ആ കുടുംബത്തെ ഇടയാകേണ്ടതിനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ പേഴ്സണൽ പ്രയറിൽ ജിജിയെയും തന്റെ മകൾ ലിൻസിയെയും അവരുടെ ഹസ്ബൻഡിനെയും ഓർത്തുകൊണ്ട് ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ഈ സെഷൻ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്ന രാജു പാസ്റ്ററുള്ളതായ നന്ദി അറിയിക്കുന്ന ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാട്ടുപാടിയതായ പ്രിയ പൈതല് ആരൻ ജോസഫിനുള്ളതായ നന്ദി അറിയിക്കുന്ന ആ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ സമയം 5 മുതൽ 6 വരെ പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് ദൈവസേനയിൽ പ്രാർത്ഥിക്കാം. നാളുമായിട്ട് നടക്കുന്ന പ്രയർ ലൈനിന്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. 8:30 മുതൽ 9 വരെ ഇംഗ്ലീഷ് സെഷൻ ഉണ്ടായിരിക്കും. 9 മുതൽ മധ്യസ്ഥ പ്രാർത്ഥനയും വചനസൂഷയും ഉണ്ടായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ മറ്റുള്ളവരെയും ഉത്സാഹിപ്പിച്ചതിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം ഇടയാകട്ടെ. തുടർന്ന് നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു. എത്രയോ അതിശയമേ നീ എന്നെ നടത്തും വിധങ്ങൾ, എത്രയോ അത്ഭുതമേ നീ എന്നെ നടത്തും വഴികൾ, എത്രയോ അതിശയമേ
അതിശയമേ. കണ്ണുനീർ തൂവുന്ന നേരം സാന്ത്വനമായി വരുമരികിൽ, കണ്ണുനീർ തൂവുന്ന നേരം സാന്ത്വനമായി വരുമരികിൽ, എന്റെ വിലാപം മാറ്റിയവൻ സന്തോഷം നൽകിയിടുമേ. എന്റെ വിലാപം മാറ്റിയവൻ സന്തോഷം നൽകിയിടുമേ. നീ എന്നെ നടത്തും വിധങ്ങൾ എത്രയോ അത്ഭുതമേ. നീ എന്നെ നടത്തും വഴികൾ എത്രയോ അതിശയമേ. ശോധനവേളകൾ വരുമ്പോൾ സഹായം നൽകിടുമേശു. ശോധനവേളകൾ വരുമ്പോൾ സഹായം നൽകിടുമേശു. രോഗത്താൽ ക്ഷയിച്ചിടുമ്പോൾ ശക്തി പകർന്നിടുമേ. ക്ഷയിച്ചിടുമ്പോൾ ശക്തി പകർന്നിടുമേ. നീ എന്നെ നടത്തും വിധങ്ങൾ എത്രയോ അത്ഭുതമേ. നീ എന്നെ നടത്തും വഴികൾ എത്രയോ അതിശയമേ. നീ എന്നെ നടത്തും വിധങ്ങൾ എത്രയോ അത്ഭുതമേ. നീ എന്നെ നടത്തും വഴികൾ എത്രയോ അതിശയമേ. ചെയ്വിൻ യേശുവിനെ അതിവന്ദിതനാമവനെ. ദൈവമക്കളെല്ലാവരുമേ ദിവ്യഭക്തി നിറഞ്ഞകമേ. സ്തുതി ചെയ്വിൻ യേശുവിനെ അതിവന്ദിതനാമ